ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ട്രേഡ് തിയറീസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ആ ട്രേഡ് തിയറീസ് നമ്മൾ മെർക്കൻ്റലിസം എന്താ പറഞ്ഞു, ക്ലാസിക്കൽ തിയറി പറഞ്ഞു, മോഡേൺ തിയറി പറഞ്ഞു, ദെൻ നെക്സ്റ്റ് ന്യൂ ട്രേഡ് തിയറി. ന്യൂ ട്രേഡ് തിയറി ഒന്നുമില്ല, നമ്മൾ സിമ്പിളായിട്ട് എന്ത് പറയുക, നമുക്ക് ഏതാണോ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ, അതായത് ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷന് നമുക്ക് ഏതാണോ ലോ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. നമുക്ക് നമ്മൾ എച്ച് ഒ തിയറിയൊക്കെ പറഞ്ഞ പോലെ ഏകദേശം നമുക്ക് അബൻഡൻ്റ് ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ സ്പെഷ്യലൈസേഷൻ വരുത്തുക. എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഉള്ള ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ നടത്തുക, അത് എക്സ്പോർട്ട് ചെയ്യാം. ദെൻ ഈ ഒരു ന്യൂ ട്രേഡ് തിയറി എന്താ, എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് എക്സ്റ്റേണാലിറ്റി അറിയുമ്പോൾ വേറൊരു പാർട്ടിൻ്റെ വേറൊരു കൺട്രീൻ്റെ ഡെസിഷൻ എന്താണ് നമ്മളെയും എഫക്റ്റ് ചെയ്യും. അത് വേറൊരു കൺട്രിക്ക് എന്താണ് അവർ ഗവൺമെൻറ് പോളിസീസിൽ റെഗുലേഷൻസിലൊക്കെ മാറ്റം വരുത്തുമ്പോൾ നമ്മളെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ട്രേഡിനെ അത് ബാധിക്കുമല്ലേ. അതേപോലെ നമ്മളെ ഡെസിഷൻസ് എന്താണ് വേറൊരു കൺട്രീനെയും ബാധിക്കും. അതിപ്പോഴത്തെ ഒരു ന്യൂ ട്രേഡ് അറിയുമ്പോൾ തന്നെ എല്ലാ കൺട്രിയും എന്താണ് ഇൻ്റർലിങ്ക്ഡ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നതല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കൺട്രീൻ്റെ ഡെസിഷൻ ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് റെഗുലേഷൻസൊക്കെ മറ്റുള്ളവരെന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. ഇത് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രൊട്ടക്ഷനിസം വേഴ്സസ് ഫ്രീ ട്രേഡാണ്. അപ്പോൾ നമ്മളെ ട്രേഡ് തിയറീസ് നമ്മളത് കംപ്ലീറ്റ് ആയി. ആ 4 ഓർക്കുക, മെർക്കൻ്റലിസം, പിന്നെ ക്ലാസിക്കൽ തിയറി, മോഡേൺ തിയറി, ന്യൂ ട്രേഡ് തിയറി. ന്യൂ ട്രേഡ് തിയറി ജസ്റ്റ് ഈ ഒരു സിമ്പിളായിട്ടുള്ള കാര്യം തന്നെ പറയുന്നുള്ളൂ. വേറെ നമ്മൾ മോഡേൺ തിയറി പറഞ്ഞ പോലെ വേറെ സബ്ബായിട്ട് വേറെ ട്രേഡ് തിയറീസ് ഒന്നും നമ്മളതിൽ പറയുന്നില്ല. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊട്ടക്ഷനിസം വേഴ്സസ് ഫ്രീ ട്രേഡ്. അപ്പോൾ എന്താണ് പ്രൊട്ടക്ഷനിസം? പ്രൊട്ടക്ഷനിസം ഈസ് ദ പ്രാക്ടീസ് ഓഫ് nations to protect the domestic industries and their workers by providing subsidies for their production and imposing tariff on competing foreign product. Protectionism എന്ന് പറയുമ്പോൾ എന്താണ്, is the practice of nations to protect the domestic industries and their workers by providing subsidies for their production and imposing tariff on competing foreign product. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പിന്നെ ഇൻഡസ്ട്രീസിൽ സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, കോമ്പീറ്റിംഗ് ഫോറിൻ പ്രോഡക്ട്സിന് നമ്മൾ താരിഫ് പ്രൊവൈഡ് ചെയ്യുക, താരിഫ് ഇമ്പോസ് ചെയ്യുക. താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ എന്താണ്, ഇമ്പോർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് റെസ്ട്രിക്റ്റഡ് ആവും. അപ്പോൾ നമ്മളെ കൺട്രിയിലെ വർക്കേഴ്സിനും ബിസിനസ്സിനും ഹെൽപ്പ് ചെയ്യുക. ഫോറിൻ ഗുഡ്സിന് നമ്മൾ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മൾ ഹൈ താരിഫൊക്കെ ഇമ്പോസ് ചെയ്യുമ്പോൾ അവർ ഇമ്പോർട്ട് കുറക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ നമ്മളെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് ഗ്രോയിനുള്ളൊരു ചാൻസ് കൂടുതലാവും. കാരണം നമ്മൾ ഫോറിൻ പ്രോഡക്ട്സും കൂടെ അതിൻ്റെ കൂടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കോമ്പറ്റീഷൻ കൂടും. അപ്പോൾ അവർക്ക് പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇമ്പോർട്ട് കുറച്ചാൽ എന്താണ്, അവർക്ക് ഈസിയാവും എന്നുള്ള രീതിയിൽ പോവും. കാരണം ഇമ്പോർട്ട് കുറയും, ഫോറിൻ ഗുഡ്സ് കുറയും. അപ്പോൾ ചീപ്പായിട്ടുള്ള വേറെ ഗുഡ്സ് അവൈലബിൾ ആവുമ്പോഴാണ് എന്ത് വരുന്നത്, കോമ്പറ്റീഷൻ കൂടുന്നത്. ഇത് അങ്ങനെ ഒരു കേസ് ഇല്ലാത്തപ്പോൾ എന്താണ്, നമ്മൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ദെൻ പ്രൊട്ടക്ഷൻസ് നമുക്കൊരു ബേസിൽ നോക്കുമ്പോൾ നല്ലതാണല്ലേ. നമ്മളെ സ്വന്തം ഹോം കൺട്രിയിലെ പിന്നെ ഇത് ഡെവലപ്പ് ആവും. പക്ഷേ വേറെ കണ്ടീഷൻ നോക്കുമ്പോൾ എന്താണ്, നമുക്ക് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് ബാഡാവും. കാരണം അവർക്ക് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഉണ്ടാവില്ല, ക്വാളിറ്റി ഓഫ് ഗുഡ്സ് അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതിന് ഫേവറായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ഇൻഫാൻറ്റ് ഇൻഡസ്ട്രി ആർഗ്യുമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളെ ഇൻഫാൻറ്റ് ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്യും, ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്യും പ്രൊട്ടക്ഷനിസം. കാരണം നമ്മൾ ഇമ്പോർട്ടൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ഒരു പിന്നെ ബിസിനസ്സിനെ നർച്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇമ്പ്രൂവ് ഇൻ ദ ടേംസ് ഓഫ് ട്രേഡ് അല്ലേ. നമ്മളെന്താണ് ടേംസ് ഓഫ് ട്രേഡ് ഇമ്പ്രൂവ് ചെയ്യണം. നമ്മൾ ഡ്യൂട്ടി കോട്ട ഒക്കെ ഇമ്പോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്യണം. ദെൻ പിന്നെ ഇമ്പ്രൂവിങ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യും. എന്നാലും എല്ലാവർക്കും അറിയാമല്ലേ, നമ്മളെ കൺട്രീൻ്റെ ട്രാൻസാക്ഷൻ റെസ്റ്റ് ഓഫ് ദി വേൾഡിനേറ്റും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ട് കൂടുമ്പോൾ എന്താണ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നമുക്ക് അൺഫേവറബിൾ ആവും. എക്സ്പോർട്ട് കൂടുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഫേവറബിൾ ആവും. ആ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് നമ്മളവിടെ കുറക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ്, അൺഫേവറബിൾ അവിടെ കുറയും.
ദെൻ പിന്നെ ആൻറ്റി ഡംപിങ്, മറ്റുള്ള കൺട്രീസ് അവരെ പിന്നെ പ്രോഡക്റ്റ്സൊക്കെ ലോ കോസ്റ്റിൽ ഇവിടെ കൊടുന്ന് വിൽക്കുന്നത് എന്താണ് നമുക്ക് തടയാൻ കഴിയും. പിന്നെ ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമ്പോർട്ടിന് എന്താണ് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും ചിലപ്പോൾ എന്ത് വരും, മറ്റുള്ള കൺട്രീസ് എന്താവും റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടിൽ ഇത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് നമ്മളെ എക്സ്പോർട്ട് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് നമുക്ക് അങ്ങനെ അവരോട് ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ നമുക്ക് മാറ്റങ്ങൾ കൂട്ടാൻ പറ്റും. കാരണം പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരാൾക്ക് നമ്മൾ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ വെച്ചാൽ സ്വാഭാവികമായിട്ട് എക്സ്പോർട്ടിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും പിന്നെ ആ കൺട്രീസിലൊക്കെ. അപ്പോൾ അവരെന്ത് ചെയ്യും, നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ഇമ്പോർട്ടിൻ്റെ കാര്യത്തിൽ പിന്നെ തീരുമാനം വെച്ചിട്ട് നമുക്ക് എക്സ്പോർട്ട് കുറക്കുക, ഇമ്പോർട്ട് ഡ്യൂട്ടി നിങ്ങൾക്ക് വേണ്ടി ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ച് തരാം, സ്വാഭാവികമായിട്ട് എക്സ്പോർട്ട് അവരെന്ത് ചെയ്യും, നമുക്കും കുറച്ച് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാർഗെയിൻ ചെയ്യാം. പിന്നെ എംപ്ലോയ്മെൻറ്റ്, അതായത് നമ്മൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് നമ്മളെ കൺട്രിയിൽ കൂടും. പിന്നെ കീ ഇൻഡസ്ട്രി ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു കൺട്രി എന്ത് ചെയ്യണം, അതിൻ്റേതായ ഒരു കീ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യണം. നമ്മളെപ്പോഴും എന്താണ് ഫോറിനേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളുടേതായ കീ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യണം, നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പിന്നെ നാഷണൽ ഡിഫെൻസ് എന്ന് പറയുമ്പോൾ സെർട്ടൻ ഇൻഡസ്ട്രീസ് എന്താണ് ഡൊമസ്റ്റിക്കലി എന്താണ് നമ്മൾ ഈ നാഷണൽ ഡിഫെൻസ് എന്നുള്ള പോയിൻ്റ് ഒന്നും കൂടെ പറയാം. അതായത് ചില ഇൻഡസ്ട്രീസ് എന്താണ് നമ്മളുടേതായ ഒരു തീരുമാനങ്ങൾ ഉണ്ടാവും, രാജ്യത്തിൻ്റെ സ്ട്രാറ്റജിക് ഡെസിഷൻസ്. ആ കാരണം കൊണ്ട് എന്താണ് സ്വന്തമായിട്ട് എന്ത് ചെയ്യും, അവർ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ചൈനേൻ്റെ ഗുഡ്സ് വേണ്ട, നമ്മൾ സ്ട്രാറ്റജിക് റീസണാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടേതായ രീതിയിൽ ചിലപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ വേറെ ഇമ്പോർട്ട് ഇതാവേണ്ടി വരും. ചില കൺട്രീസ് എന്ത് ചെയ്യും, സ്ട്രാറ്റജിക് റീസൺസ് കൊണ്ട് ഡൊമസ്റ്റിക്കലി തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ സൈസ് ഓഫ് ദി ഹോം മാർക്കറ്റ്, ഇങ്ങനെ പ്രൊട്ടക്ഷൻസ് ഉള്ളതുകൊണ്ട് എന്താണ് ഹോം മാർക്കറ്റിൻ്റെ സൈസ് എന്താണ് ഇമ്പ്രൂവ് ചെയ്യും, കൂടുതലാവും അല്ലേ. ദെൻ പിന്നെ ഈക്വലൈസേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് നമ്മൾ കൂടുതൽ ഇമ്പോസ് ചെയ്യുമ്പോൾ ഫോറിൻ ഗുഡ്സിൻ്റെ പ്രൈസ് കൂടും. അതായത് നമ്മൾ ഫോറിൻ ഗുഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് പിന്നെ മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ ലാർജ് സ്കെയിലിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. അപ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് താരിഫ് വെച്ചാൽ അവർ പ്രൈസിനും എന്താണ് അവരുടെ ഗുഡ്സിനും ഓട്ടോമാറ്റിക് എന്താണ് പ്രൈസ് കൂടും. അവിടെ എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈക്വലൈസേഷൻ ചെയ്യും. അതായത് നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, ഫോറിനേഴ്സിൻ്റെ കുറവായിരിക്കും. അപ്പോൾ അവർ ഇമ്പോർട്ട് ചെയ്താൽ അവരിങ്ങോട്ട് അവരുടെ ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്താൽ നമ്മളെ ഗുഡ്സിനേക്കാളും വില കുറഞ്ഞ് അവർക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ കൂട്ടും. പക്ഷേ നമ്മൾ ഇമ്പോർട്ടിൻ്റെ താരിഫ് കൂട്ടിയാൽ എന്താണ് അവരെ ഗുഡ്സ് നമ്മളെ ഗുഡ്സ് ഈക്വൽ, അങ്ങനെ അവർക്ക് ഇമ്പോർട്ട് ചെയ്യാൻ താരിഫ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യും, അപ്പോൾ ഈക്വൽ ആവും. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് പ്രൊട്ടക്ഷനിസം, ഇൻഫാൻ ഇൻഡസ്ട്രി ആർഗ്യുമെൻറ്റ്, ഇംപ്രൂവിങ് ദ ടേംസ് ഓഫ് ട്രേഡ്, ഇംപ്രൂവിങ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ആൻറ്റി ഡംപിങ്, ബാർഗെയിനിങ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യും. കീ ഇൻഡസ്ട്രി ആർഗ്യുമെൻറ്റ്സ്, then national defense, then size of the home market, then equalization of cost of production. Then next arguments against protectionism എന്ന് പറയുമ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഫസ്റ്റ് വൺ ഇൻക്രീസസ് പ്രൈസ് ആൻഡ് റെഡ്യൂസസ് വെറൈറ്റി ആൻഡ് ചോയ്സസ് അല്ലേ. കാരണം കോമ്പറ്റീഷൻ കുറവാവും, പിന്നെ നമ്മൾ ഇമ്പോർട്ടൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്, അപ്പോൾ പ്രൈസ് നമ്മൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് തന്നെ എന്താണ് പ്രൈസ് കൂടും. പിന്നെ അവർക്ക് ഇപ്പോൾ നമുക്കറിയാം വലിയ MNCs വലിയ കൺട്രീസിനൊക്കെ എന്താണ് അവർക്ക് ലോ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് നമ്മളെ കൺട്രിയിൽ അവൈലബിൾ ആയിട്ടിനേക്കാളും വില കുറച്ച് ആ വലിയ കൺട്രീസിന് ഡെവലപ്ഡ് കൺട്രീസിൽ MNCസിന് വിൽക്കാൻ കഴിയും. പക്ഷേ അങ്ങനെയില്ല, നമ്മൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും, നമുക്ക് വെറൈറ്റി ഗുഡ്സ് കുറയും അല്ലെ, ചോയ്സസ് കുറയും. പിന്നെ ലെസ് ക്വാളിറ്റി കോൺഷ്യസ്, അതായത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനൊന്നും
നമ്മൾ ഒന്ന് കാര്യമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നില്ല ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുക, വലിയ താരിഫൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഇമ്പോർട്ട് സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, നമ്മൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ ഒരു കോമ്പറ്റീഷൻ, നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സ് കോമ്പറ്റീറ്ററായിട്ട് വരുമ്പോഴാണ് നമ്മളും ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതുണ്ടാവില്ല, ക്വാളിറ്റി കോൺഷ്യസ്നെസ് കുറയും. പിന്നെ എൻകറേജ് ഡൊമസ്റ്റിക് മൊണോപ്പൊളീസ്. നമ്മളെ കൺട്രീസിനെ തന്നെ എന്താണ് നമ്മൾ ഡൊമസ്റ്റിക് മൊണോപ്പൊളീനെ എന്ത് ചെയ്യും, എൻകറേജ് ചെയ്യും. പിന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫേംസിന് എന്ത് ഫീലിംഗ് ഉണ്ടാവും, ഫീൽ സെക്യൂർ അണ്ടർ പ്രൊട്ടക്ഷനിസം. അതായത് നമ്മളെ കൺട്രിക്ക് വേറെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും വരുന്നില്ല, ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും വരുന്നില്ല, നമ്മൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിൻ്റെ ഗുഡ്സ് മാത്രം ഉള്ളെങ്കിൽ. കാരണം വേറൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് അവിടെ എന്താണ്, അവർക്കൊരു സെക്യൂർനെസ് ഫീൽ ചെയ്യും. പിന്നെ ഇൻക്രീസസ് കറപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. കാരണം ഡൊമസ്റ്റിക് മാത്രമേ ഉള്ളൂ, അവരുടെ ഒരു മൊണോപ്പൊളി വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് എന്താണ്, കറപ്ഷൻ വരും. പിന്നെ ലീഡ് ടു എക്കണോമിക് യൂട്ടിലൈസേഷൻ ഓഫ് വേൾഡ് റിസോഴ്സസ്. നമ്മൾ പ്രൊട്ടക്ഷനിസം വെക്കുന്നത് എന്താണ്, വേൾഡ് റിസോഴ്സസ് അൺഎക്കണോമിക് ആയിട്ടാണ് അവിടെ യൂസ് ചെയ്യുക. കാരണം നമ്മളൊക്കെ അത് റെസ്ട്രിക്റ്റ് ചെയ്യണം, ഇമ്പോർട്ട് താരിഫൊക്കെ വെച്ചിട്ട് ആവശ്യമില്ലാതെ റെസ്ട്രിക്ഷൻ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിസോഴ്സസ്, മൊത്തത്തിലുള്ള റിസോഴ്സസ് എന്താണ്, എക്കണോമിക്കായിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് പ്രൊട്ടക്ഷൻസ് നോക്കാം. ഇൻക്രീസസ് പ്രൈസ് ആൻഡ് റെഡ്യൂസസ് വെറൈറ്റി ആൻഡ് ചോയ്സസ്, ലെസ് ക്വാളിറ്റി കോൺഷ്യസ്, എൻകറേജ് ഡൊമസ്റ്റിക് മോണോപ്പൊളീസ്, then every inefficient firms may feel secure under protectionism, then increases corruption, then leads to uneconomic utilization of world resources. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവറും നമ്മൾ ഡിസ്കസ് ചെയ്തു, ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് പ്രൊട്ടക്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പ്രൊട്ടക്ഷനിസത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് അല്ലേ, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞത് പ്രൊട്ടക്ഷനിസം വേഴ്സസ് ഫ്രീ ട്രേഡ്. അപ്പോൾ എന്താണ് ഫ്രീ ട്രേഡ് നോക്കാം, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ അല്ലേ. അപ്പോൾ ഫ്രീ ട്രേഡ് മീൻസ് അൺറെസ്ട്രിക്റ്റഡ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ കൺട്രീസ് വിത്തൗട്ട് ദി ഇമ്പോസിഷൻ ഓഫ് കൺസ്ട്രെയിൻസ് സച്ച് ആസ് താരിഫ്സ്, കോട്ടാസ് ആൻഡ് അതർ റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോൾ അൺറെസ്ട്രിക്റ്റഡ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ കൺട്രീസ് വിതൗട്ട് ദ ഇമ്പോസിഷൻ ഓഫ് കൺസ്ട്രെയിൻസ് സച്ച് ആസ് താരിഫ്, കോട്ടാസ് ആൻഡ് അതർ റെസ്ട്രിക്ഷൻസ്. അതായത് നമ്മളെന്താണ് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് പിന്നെ ഗുഡ്സും സർവീസും പർച്ചേസ് ചെയ്യുകയും ചെയ്യാം, സെയിൽ ചെയ്യുകയും ചെയ്യാം. അവിടെ നമ്മളെന്താണ് താരിഫോ കോട്ടയോ റെസ്ട്രിക്ഷൻസോ ഒന്നും വെക്കുന്നില്ല. അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസും സെയിലും നടത്തണം ബിറ്റ്വീൻ കൺട്രീസ്. ഒരു ഇമ്പോസിഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് താരിഫോ കോട്ട ഒന്നും വെക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ബിറ്റ്വീൻ ദ വേൾഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് പർച്ചേസും സെയിലും നടത്തുന്നതിന് നമ്മൾ ഫ്രീ ട്രേഡ് നടത്തുക. വിൻ വിൻ പൊസിഷനാണെന്ന് പറയും. വിൻ വിൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടിക്കും അവിടെ ഗെയിൻ ഉണ്ട്. നമ്മൾ ഒരു പാർട്ടി ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ വെച്ചാൽ എന്താണ്, അവിടെ ഒരു പാർട്ടിക്ക് അവിടെ ഗെയിനുള്ളൂ അല്ലേ. ഫ്രീ ട്രേഡ് കൊണ്ട് എന്താണ്, എല്ലാവർക്കും എന്താണ് ഗെയിനാണുള്ളത്. അപ്പോൾ പ്രൊട്ടക്ഷനിസത്തിൻ്റെ ഒരു ഓപ്പോസിറ്റ് വ്യൂ ആണ് എന്ത് വരുന്നത്, ഫ്രീ ട്രേഡ്. അതായത് അൺറെസ്ട്രിക്റ്റഡ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ കൺട്രീസ് വിത്തൗട്ട് ദി ഇമ്പോസിഷൻ ഓഫ് കൺസ്ട്രെയിൻസ് സച്ച് ആസ് താരിഫ്, കോട്ടാസ് ആൻഡ് അതർ റെസ്ട്രിക്ഷൻസ്. അപ്പോൾ അതൊരു വിൻ വിൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടീസും ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പാർട്ടീസിനൊക്കെ എന്താണ് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മെർക്കൻ്റലിസമൊക്കെ പറഞ്ഞപ്പോൾ എന്താണ്, അതൊരു വിൻ വിൻ പൊസിഷൻ അല്ല. കാരണം ആരാണോ അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത് അവർക്കാണ് എന്ത് വരുന്നത്, അതുകൊണ്ട് ബെനിഫിറ്റ് വരും. അല്ല എക്സ്പോർട്ട് ചെയ്യുന്ന അവർക്കാണ് അതുകൊണ്ട് ബെനിഫിറ്റ് വരുന്നത്. മറ്റേ പാർട്ടിക്ക് എന്താണ് അവിടെ ഒരു ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത ട്രേഡിനെ നമ്മൾ ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസൊക്കെ എന്താണ് നമുക്ക് തന്നെ ആലോചിച്ച് ഉണ്ടാക്കുന്ന പോയിൻറ്റ്സ് ആണല്ലേ. നമ്മൾ പിന്നെ പ്രൊട്ടക്ഷനിസം പറഞ്ഞ പോലെ തന്നെ എന്താ, നമുക്ക് ഇതിൽ വെറൈറ്റി ഓഫ് ഗുഡ്സ് അവൈലബിൾ ആവും, ക്വാളിറ്റി ഓഫ് ഗുഡ്സ് അവൈലബിൾ ആവും, കൺസ്യൂമേഴ്സിന് പ്രൈസ് പിന്നെ കുറഞ്ഞ രീതിയിൽ കിട്ടും, പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആവും. അങ്ങനെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പിന്നെ തളർത്തും അല്ലേ. ആ രീതിയിൽ നമുക്ക് ഇവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയും, കൺസ്യൂമറിസം പിന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഫ്രീ ട്രേഡിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് എന്താണ് നമുക്ക് ആലോചിച്ചാൽ തന്നെ
അപ്പോൾ ഈ പ്രൊട്ടക്ഷനിസത്തിൻ്റെ ഒരു പോയിന്റ് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഫ്രീ ട്രേഡിൻ്റെ ഏകദേശം ആ ഒരു പോയിന്റിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പ്രൊട്ടക്ഷനിസം എന്താ മനസ്സിലാക്കി, ഫ്രീ ട്രേഡ് എന്താ മനസ്സിലാക്കി, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ട്രേഡിൻ്റെ ബാരിയേഴ്സ് താരിഫൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം.